പക്ഷേ യെസ്. ഇന്ത്യക്കെതിരെ അമേരിക്ക ഇപ്പോൾ ചുമത്താൻ ഉദ്ദേശിക്കുന്നത് 50% നികുതിയാണ്. അത് 21 ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കുമെന്നാണ് ട്രംപിൻ്റെ ഭീഷണി. പാകിസ്ഥാനെതിരെ അമേരിക്ക ചുമത്തുന്നത് 19%. ചൈനയ്ക്കെതിരെ ചുമത്തുന്നത് 30%. ഇപ്പോൾ റഷ്യയിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതിയുടെ പേരിലാണ് ഇന്ത്യക്കെതിരെ ഇത്ര വലിയ ഭീമമായ താരിഫ് ഏർപ്പെടുത്തുന്നത്. പക്ഷേ ചൈനയാണ് ഏറ്റവും കൂടുതൽ റഷ്യൻ ഓയിൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം. അവർക്ക് 30% മാത്രം നികുതിയുള്ളപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഇന്ത്യക്ക് ഇത്ര ഭീമമായ നികുതി അടിച്ചേൽപ്പിക്കുന്നത്? ന്യായീകരണമുണ്ടോ അതിന്? ഇല്ല, ഒരു ന്യായവുമില്ല. പക്ഷേ ഈ അമേരിക്കയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വളരെ പ്രകടമാണ്. ഇപ്പോൾ മാത്രമല്ല, പണ്ടും അമേരിക്ക ഇന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നത് ഒരു ന്യായമായ രീതിയിൽ ധാർമ്മികതയുള്ള ഒരു കച്ചവടക്കാരനല്ല അമേരിക്ക. അമേരിക്കയ്ക്ക് എല്ലാ കച്ചവടത്തിൻ്റെ പിന്നിലും ഒരു ഹിഡൻ അജണ്ടയുണ്ട്. അത് ഈ ലോകരാജ്യങ്ങളുടെ ശാക്തിക ചേരിയിൽ എപ്പോഴും അമേരിക്കയുടെ പക്ഷത്ത് നിൽക്കുന്നവരോട് ഫേവർ ചെയ്യുക എന്ന് വെച്ചാൽ, നമ്മൾ പറയുമല്ലോ ഈ ഗ്രൂപ്പിസം ഉണ്ടാക്കുക, ഗ്രൂപ്പ് വഴക്കുണ്ടാക്കുക എന്ന് പറയില്ലേ, ആ രീതിയാണ് അമേരിക്ക സ്വീകരിച്ചു വന്നത്. അത് പണ്ടും അങ്ങനെയാണ് അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാൻ്റെ കേസ് പറഞ്ഞല്ലോ. ഇത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ കരസേനയുടെ കൽക്കത്ത മേധാവി ഒരു പഴയ പത്ര കുറിപ്പെടുത്ത് എക്സിലിട്ടു. അത് വലിയ വാർത്തയായി പലയിടത്തും. ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ അത് എടുത്തു കൊടുത്തിരുന്നു. അപ്പോൾ അതെന്താ വെച്ചാൽ 71 ഓഗസ്റ്റ് 5-ന്, ഇന്നലെ ഓഗസ്റ്റ് 5 കഴിഞ്ഞ ദിവസം. അപ്പോൾ 71 ഓഗസ്റ്റ് 5-ന് വന്ന ഒരു പത്രക്കുറിപ്പാണ്. ആ പത്രക്കുറിപ്പിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഇരട്ടത്താപ്പാണ്, അമേരിക്കയുടെ ഇരട്ടത്താപ്പ്. അന്ന് 71 ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ കാലത്ത് എന്താണ് യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്തത്? നാമമാത്രമായ വിലക്ക് പാകിസ്ഥാന് കൊടുക്കുന്ന അതേ ആയുധങ്ങൾ വമ്പിച്ച വിലക്ക് ഇന്ത്യക്ക് കൊടുക്കുക. അപ്പം നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് വളരെ പ്രകടമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ ആയുധങ്ങൾ വാങ്ങാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് VC ശുക്ല പാർലമെന്റിൽ ചെയ്ത, രാജ്യസഭയിൽ ചെയ്ത പ്രസംഗം എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ഞാൻ പറയുന്ന ഈ വിവേചനം വളരെ പ്രകടമാണ് അമേരിക്കക്ക്. ഇപ്പോൾ അമേരിക്കക്കാണെങ്കിൽ കൂടുതൽ വെറി പിടിച്ചു വരികയാണ് ഇന്ത്യയോട്. പല കാരണങ്ങളുണ്ട്. പണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇഷ്യൂ ഉള്ളപ്പോഴൊക്കെ പാകിസ്ഥാനിനെ ഫേവർ ചെയ്തിട്ട് പാകിസ്ഥാന്റെ മുഴുവൻ ആയുധ കച്ചവടം അമേരിക്കക്കായിരുന്നു. ഇപ്പോൾ അതിന്റെ മേജർ പോർഷൻ അമേരിക്കക്കല്ല, ചൈനക്കാണ്. എന്ന് വെച്ചാൽ അമേരിക്ക നേരത്തെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ക്ലയൻസിനെയും വളരെ സമർത്ഥമായി ചൈന പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ അമേരിക്കയുടെ കച്ചവടം വലിയ ആശങ്കയിലാണ്. അപ്പോൾ അമേരിക്ക സത്യത്തിൽ കുറച്ചുകൂടി താരിഫൊക്കെ കുറച്ച്, അങ്ങനെയാണല്ലോ, നമുക്ക് ഒരു ഓഫ് സീസൺ ബിസിനസ് എന്ന രീതിയിലാണല്ലോ അമേരിക്ക. പക്ഷെ അങ്ങനെയല്ല. ട്രംപ് വന്നപ്പോൾ കാണിക്കുന്നത് ഒരുതരം കെറുവിൻ്റെ രാഷ്ട്രീയമാണ്. യഥാർത്ഥ കച്ചവടക്കാരനെ ചെയ്യില്ല. കച്ചവടക്കാരന് കച്ചവടം പിടിക്കാൻ കുറെ കൂടി നല്ല പെരുമാറ്റവും നല്ല പാക്കേജും നല്ല ഓഫറും ഒക്കെ അല്ലേ പ്രഖ്യാപിക്കുക. ഇതല്ല. എന്ത് വന്നാലും ഇന്ത്യയെ പോലുള്ളവരെ പാഠം പഠിപ്പിക്കുക. എന്ന് വെച്ചാൽ ഇന്ത്യ ചൈനയോട് ഓയിൽ റഷ്യയോട് ഓയിൽ വാങ്ങുന്നു, ചൈനയോട് കുറെ കൂടി അടുപ്പം കാണിക്കുന്നു, ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കും ചൈനീസ് മാർക്കറ്റിനും ഇന്ത്യ വലിയ തോതിൽ അവസരം കൊടുക്കുന്നു. അതിൻ്റെ ദോഷം ഇന്ത്യക്ക് വരുമെങ്കിൽ അത് ഇന്ത്യ വേറെ നോക്കിക്കോളും. പക്ഷെ അമേരിക്ക ചെയ്യേണ്ടത് എന്താ? അമേരിക്ക ഒരു നല്ല കച്ചവടക്കാരനാണെങ്കിൽ ഇന്ത്യയോടും നല്ല ഫേവർ ചെയ്ത് ഇന്ത്യയുടെ ബിസിനസ് പിടിക്കുകയല്ലേ വേണ്ടത്. അത് ഈ ട്രംപ് കാണിക്കുന്നില്ല. ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ മണ്ടത്തരമാണ്. പ്രത്യേകിച്ച് രണ്ടാം ട്രംപ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ട്രംപ് പറയുന്നത് എന്താണ്, ചെയ്യുന്നത് എന്താണ്, ആർക്ക് ഗുണം ചെയ്യുന്നതാണ്? അമേരിക്കക്ക് ഗുണം ചെയ്യുന്നതാണോ? അദ്ദേഹത്തിന് ഗുണം ചെയ്യുന്നതാണോ? ലോകത്തിന് ഗുണം ചെയ്യുന്നതാണോ? ഇപ്പോൾ അമേരിക്കയിൽ അദ്ദേഹത്തിനെതിരായി വലിയ എതിർപ്പ് വന്നു. ഭീകരമാണ് അമേരിക്കയിൽ ട്രംപിന് വിരുദ്ധമായ വികാരം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്നലെ അദ്ദേഹം മട്ടുപ്പാവിൽ കയറിയെന്ന് പ്രഖ്യാപിച്ചു കണ്ടോ? ഞാൻ 2028 വരെ ഉള്ളൂ, എന്നെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ മാറും. JD വാൻസ് മാത്രമല്ല, എൻ്റെ പിൻഗാമിയായിട്ട് JD വാൻസിന്റെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റിന്റെ പേരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എത്ര ടു ഏർലി അല്ലേ ഒന്നാലോചിച്ചു. 3 കൊല്ലം മുമ്പ്. ആകെ അമേരിക്കൻ പ്രസിഡന്റ് 4 കൊല്ലത്തെ കാലാവധിയുള്ളൂ. ഒരു കൊല്ലം കഴിയുമ്പോൾ അടുത്ത കാലാവധി അടുത്തയാളെ പ്രഖ്യാപിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അദ്ദേഹത്തെ ജനത്തിനും അടുത്തു എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട് എന്നാണ്. കോഴിക്കോട്ട് നിന്ന് മാത്രമല്ല, ഇദ്ദേഹം ഈ രണ്ടാമത്തെ വരവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ അത്തും വിത്തും എന്നൊക്കെ പറയില്ലേ, പഴയ ചൊല്ല് പറയുന്നത് പോലെ പറയുന്നതൊന്നും കോമൺ സെൻസിന് നിരക്കാത്ത കാര്യങ്ങളാണല്ലോ. എവിടെ പോയി പറയുന്നത്? മാത്രമല്ല പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയും പാകിസ്ഥാനും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവരാണ്. ഞാൻ പറഞ്ഞാൽ അവർ വെടിനിർത്തും, ഞാൻ പറഞ്ഞിട്ടാണ് വെടിനിർത്തിയതെന്ന് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ട്രംപ് എങ്ങനെയാണ് ഈ രണ്ട് റേറ്റ്, നേരത്തെ പ്രേമം പറഞ്ഞ പോലെ ഒരേ ഉൽപ്പന്നം 2 തീരുവയ്ക്ക് എങ്ങനെ കൊടുക്കുക? അത് അടുത്തടുത്ത 2 രാജ്യങ്ങൾ.
ട്രാൻസ്പോർട്ടേഷൻ്റെ വ്യത്യാസം, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അമേരിക്കയ്ക്ക് എന്താ വ്യത്യാസം? എന്തിനാ ഈ വിവേചനം? അപ്പോൾ അത് ന്യായമായ ചോദ്യമാണ്. കോഴിക്കോട്ട് നിന്ന് ഡോക്ടർ മാധവൻ സാർ, എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്താണ്, എഴുത്തുകാരനാണ്. അദ്ദേഹം ഇന്ന് രാവിലെ അദ്ദേഹം ഒരു സറ്റയർ എഴുതുന്നയാളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അടിയന്തരമായി ഒരു ചാക്ക് നെല്ലിക്ക വൈറ്റ് ഹൗസിലേക്ക് അയക്കണം. എനിക്ക് ഭയങ്കര അടിയന്തരമായി ലോകരാജ്യങ്ങളിൽ ഈ ആയുർവേദത്തിൽ വിശ്വാസമുള്ള എല്ലാ മനുഷ്യരും ചെയ്യേണ്ടത്, എല്ലാ ലോകരാജ്യങ്ങളും ഓരോ ചാക്ക് നെല്ലിക്ക വൈറ്റ് ഹൗസിലേക്ക് അയക്കുകയാണ്. അത് മാധവൻ കീഴടത്തിൽ എന്നാണ് അദ്ദേഹത്തിന് മുഴുവൻ പേര്. നെല്ലിക്ക തീരുമെന്ന് തോന്നുന്നില്ല മാഷെ, നല്ല ഹൈ വോൾട്ടേജ് കറണ്ട് തന്നെ വേണ്ടി വരും. ഷോക്ക് ട്രീറ്റ്മെന്റ് വേണ്ടി വരുന്നതാണ്, നെല്ലിക്കയിലൊന്നും ഒതുങ്ങൂല. ഇതാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നേ. ട്രംപ് ഒരു മനോരോഗിയാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ്. എല്ലായിടത്തും ചെന്ന് വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നവനൊന്നും അത് ആലോചിച്ച് നോക്കൂ. ഇദ്ദേഹത്തിന് സുഖമില്ല എന്ന് ലോകരാജ്യങ്ങളൊക്കെ ലോകത്തിലെ എല്ലാ സിനാരിയോയിലും ഇദ്ദേഹം ചെന്ന് ഇടപെടുന്ന എല്ലാ സീനുകളിലും ഇത് ഒരു സൂക്ഷിക്കുക, ഒരുത്തന് ഭ്രാന്താണ് എന്ന് ആളുകൾ പറയുന്ന മട്ടിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ഫലസ്തീനിൽ ചെന്നിട്ട് എന്താ ഉണ്ടായത്? ഇസ്രായേലിൽ ഇപ്പോൾ എന്താ ഉണ്ടായത്? എത്ര കാലമായി ഇദ്ദേഹം പറയുന്നു, ഞാനിത് അവിടെ വെടിനിർത്തും, ഞാനിത് ഗാസയെ അങ്ങോട്ട് ഏറ്റെടുക്കും, ഞാൻ ഗാസയെ ഒരു സിറ്റിയാക്കി മാറ്റും, ഗാസക്കാരെ മുഴുവൻ ഞാൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കെട്ടി എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് എന്നാൽ ആദ്യം അത് ചെവിക്കൊള്ളേണ്ടത് അദ്ദേഹത്തിന്റെ ഉറ്റമിത്രമാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന ഇസ്രായേൽ കേൾക്കണ്ടേ? ഇസ്രായേൽ പോകാൻ പറഞ്ഞു. ഇസ്രായേലിന് ഇവൻ പറയുന്ന മണ്ടത്തരമാണെന്നോ, ഇസ്രായേലിന് അവരുടെ അജണ്ടയുണ്ട്, അത് ശരിയോ തെറ്റോ ഒക്കെ വേറെ ചർച്ച ചെയ്യാം. പക്ഷേ ഇസ്രായേലിന് നിലപാടുണ്ട്. അതേ നിലപാട് ഇന്ത്യക്കുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം വെടിനിർത്തിയത് ഞാനാണ്. അല്ല, ഒരിക്കൽ പോലും ഒരു ടെലിഫോൺ സംഭാഷണം പോലും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പാർലമെന്റിൽ പറയുകയാണ്. അപ്പോൾ ഇതിന്റെ തുടർച്ചയാണിത്. ഈ വിവേചനം അമേരിക്ക പണ്ടേ ശീലിച്ചു വെച്ചതാണ്. 54 അത്രേ അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ ആയുധ കരാർ ഒപ്പിടുന്നത്. 54 മുതൽ 71 വരെ ഈ ബംഗ്ലാദേശ് യുദ്ധകാലത്ത് പാർലമെന്റിൽ VC ശുക്ല പ്രഖ്യാപിച്ച കണക്കനുസരിച്ച് $2 ബില്യൺ 2 ബില്യൺ ഡോളറിന്റെയാണ്. $2 ബില്യൺ ആയുധങ്ങൾ പാകിസ്ഥാന് കൊടുത്തു കഴിഞ്ഞു. പാകിസ്ഥാന് കൊടുക്കുന്നത് നിസ്സാര വിലക്കാണ്. അതിന് ലാഭവും കച്ചവടവും ഒന്നും പ്രശ്നമല്ല. എന്നാൽ തീർച്ചയായിട്ടും ആയുധങ്ങൾ വാങ്ങുമ്പോൾ പാകിസ്ഥാനേക്കാൾ ആയുധങ്ങൾ വാങ്ങാൻ ഇടയുള്ള ഒരു രാജ്യമല്ലേ ഇന്ത്യ. ആ ഇന്ത്യയോട് കച്ചവടം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ത്യയോട് മാന്യമായി പെരുമാറണ്ടേ? കച്ചവടത്തിന്റെ മര്യാദ കാണിക്കണ്ടേ? അപ്പുറത്ത് കൊടുത്ത വിലക്കെങ്കിൽ ഇപ്പുറത്ത് കൊടുക്കാൻ തയ്യാറാവണ്ടേ? ഈ ഏർപ്പാട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ട്രംപിന്റെ കാലത്ത് മാത്രം തുടങ്ങിയതല്ല. ഈ സൂക്കട്, ഈ രോഗാണു വളരെ പഴക്കമുള്ളതാണെന്നാണ് ഇന്നലെ നമ്മുടെ കരസേന പുറത്തുവിട്ട രേഖകൾ കാണിക്കുന്നത്. പക്ഷെ മാഷെ, ഇതിലൊരു പ്രശ്നമുള്ളത്, ഇപ്പോൾ ട്രംപിന്റെ വ്യക്തിപരമായ തീരുമാനം അല്ലെങ്കിൽ അദ്ദേഹം ചില കാര്യങ്ങളിൽ ധരിച്ചു വച്ചിരിക്കുന്ന ആശയക്കുഴപ്പത്തിൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങൾ അത്രയും. പക്ഷെ അതിൻ്റെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത്, ഇന്ത്യ അമേരിക്കയായിട്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം $87 ബില്യൺ കച്ചവടം നടത്തിയത്. ഇവിടുത്തെ സാധനങ്ങൾ അങ്ങോട്ട് പോയി. ഇപ്പോൾ ട്രംപ് അവകാശപ്പെടുന്നത് $46 ബില്യൺ കമ്മി. അതായത് അമേരിക്കയിലുള്ള ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വരുന്നത് കുറവ്, അങ്ങോട്ട് കിട്ടുന്നത് കൂടുതൽ. $46 ബില്യൺ കമ്മി ഉണ്ടെന്നുള്ളതാണ് ട്രംപിൻ്റെ വാദം. അതിനാണ് ഈ നികുതി കൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്ക വലിയൊരു മാർക്കറ്റാണ്. ഈ $86 ബില്യൺ വിപണി ഇന്ത്യക്ക് അമേരിക്കയിലുണ്ട്. അപ്പോൾ ഇത് ഇല്ലാണ്ടാകുന്നത് ഇന്ത്യയുടെ വ്യാപാര താല്പര്യങ്ങൾക്ക് വലിയ തിരിച്ചടിയല്ലേ? പ്രത്യക്ഷത്തിൽ തിരിച്ചടി ഉണ്ടാവും. തീർച്ചയായിട്ടും ആ തിരിച്ചടിയെ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് ഇന്ത്യ ഇപ്പോൾ ഇന്നലെ മുതൽ എനിക്ക് തോന്നുന്നു ഈ മുന്നറിയിപ്പ് വന്നല്ലോ. 24 മണിക്കൂർ മുമ്പ് ട്രംപ് പറഞ്ഞു, ഞാൻ കൂട്ടും, നിങ്ങളെ ഞാൻ പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ മുതൽ 21 ദിവസത്തെ സമയം തന്നിട്ടുണ്ട്. വിലപേശലായിരിക്കണം. അതെ, തീർച്ചയായിട്ടും ബാർഗൈനിങ് ആയിരിക്കും അത്. പക്ഷേ ഇന്ത്യയും ഈ കാര്യങ്ങളിലൊന്നും ഒട്ടും മോശമല്ലല്ലോ. ഇന്ത്യക്കാർക്ക് അറിയാം. ഒന്നാമത്തെ കാര്യം ആലോചിച്ചു, അപ്പറഞ്ഞതിൽ തന്നെ ഇന്ത്യയുടെ ഒരു മേധാവിത്വം ഉണ്ടല്ലോ. അമേരിക്ക വിപണിയായി തീർന്നിരിക്കുന്നു ഇന്ത്യയുടെ. പണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഓർമ്മയില്ലേ? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ ഗോതമ്പ് എണ്ണയും വന്നിരുന്ന അവിടെ നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പട്ടിണി കിടക്കുമ്പോൾ സ്കൂളിലെ ഉച്ചഭക്ഷണം പോലും അവരുടെ ഗോതമ്പായിരുന്നല്ലോ. ഓർമ്മയില്ലേ? കെയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് പകരം ഇപ്പോ നമ്മൾ സ്വയം പര്യാപ്തത നേടിയിരിക്കുന്നു എന്ന് മാത്രമല്ല, അമേരിക്കയെ വിപണിയായി സ്വീകരിച്ചിരിക്കുന്നു നമ്മൾ. എന്ന് പറഞ്ഞാൽ അത്രയേറെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വിപണിയുണ്ട്, ആവശ്യക്കാരുണ്ട് എന്നാണല്ലോ അർത്ഥം. ആ പറഞ്ഞതിൽ ഒരു ഗുണമാണ്. അപ്പോൾ പിന്നെ നമ്മുടെ വിപണി നഷ്ടപ്പെട്ടാൽ എന്ത് എന്ന് വെച്ചാൽ 2-3 സാധ്യതകളുണ്ട്. ഒന്ന്, അമേരിക്കയോട് ബാർഗെയിൻ ചെയ്ത് നിലക്ക് നിർത്താൻ ഇന്ത്യക്ക് കഴിയും. ഇന്ത്യ അത്ര വലിയ ബാർഗെയിനിങ് കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യമായി മാറിയിട്ടുണ്ട്. നമ്പർ 1. ട്രേഡിൽ ലോകരാജ്യങ്ങളുമായുള്ള ഡീലിൽ നമ്മൾ ഒട്ടും മോശമല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അമേരിക്കക്ക് ബദൽ 100 ആൾട്ടർനേറ്റീവ് നമ്മൾ ഇപ്പുറത്ത് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ബ്രിക്സ് ഉണ്ട്. നമ്മൾ ഈവൻ ലോകത്തിലെ നമ്മൾ ചൈനയുമായിട്ട് നല്ല ബന്ധത്തിലാണ്, നമ്മൾ റഷ്യയുമായി നല്ല ബന്ധത്തിലാണ്, നമ്മൾ G7 രാജ്യങ്ങളിൽ US ഉൾപ്പെടെ നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. US മാത്രമേ കലഹിക്കാൻ വന്നിട്ടുള്ളൂ.
അതുകൊണ്ട് ഒന്നുകിൽ നമ്മൾ ബദൽ രാജ്യങ്ങൾ, ബദൽ മേഖല അല്ലെങ്കിൽ ബദൽ മാർക്കറ്റ് കണ്ടെത്തും, അല്ലെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിനെ നിലക്ക് നിർത്താൻ അമേരിക്കൻ ഭരണകൂടത്തെ നിർബന്ധിക്കും. പ്രത്യേകിച്ച് ട്രംപ് ഇന്നലെ വരെ പറഞ്ഞ ഒരു വാക്കിലും അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ട്രംപിൻ്റെ ഈ പേടിപ്പിക്കലൊക്കെ അദ്ദേഹത്തിന് തന്നെ വിശ്വാസമില്ലാത്ത കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മനോനില ശരിയല്ല എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ വിലയിരുത്തലുണ്ട്. ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുമെന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. ആവശ്യത്തിന് സമയം തന്നിട്ടുണ്ട് താനും.